അങ്ങനെ നമ്മൾ ഇവൻ എവിടെ ആക്കിയിട്ട് പോവുകയാണ് ഗൈസ് അല്ലേ? അങ്ങനെ നമ്മൾ ഇവനെവിടെ ആക്കിയിട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് വ്ളോഗിങ് ആണ് ഇന്ന്. അപ്പോൾ മുംബൈയോട് ഗുഡ് ബൈ പറഞ്ഞ് പോവുക. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. അത്രയും അടിപൊളിയാണ്. അത്ര ടയറിങ്ങോ അല്ലെങ്കിൽ അത്ര ടയേർഡ്നെസ്സോ ഒന്നും തോന്നാത്ത അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു മുംബൈ ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ എന്തായാലും ബൈ പറയുമ്പോൾ നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഊബർ എടുത്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ട്രാവലിങ് തന്നെ കുറച്ചധികം സമയമെടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാലത്തൊരു 10 മണിക്ക് അല്ലെങ്കിൽ ഒരു 12 മണിക്ക് കയറിയാൽ പിറ്റേ ദിവസം 12 മണിക്ക് എത്തുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ആ 2 ദിവസവും വേസ്റ്റാണ് ആക്ച്വലി ട്രാവലിങ്ങിൽ. പിന്നെ നമ്മൾ അഫോർഡബിൾ ട്രിപ്പ് ആയതുകൊണ്ട് ട്രെയിനാണ് നമ്മൾ ചൂസ് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ കോമഡി എന്ന് വെച്ചാൽ പെട്രോൾ അടിക്കണമെങ്കിൽ കാറിലിരിക്കുന്ന എല്ലാവരും പുറത്തിറങ്ങണം. അതെങ്ങനെയുണ്ട്? ഇനി CNG ആയതുകൊണ്ടാണോ? എന്തെങ്ങാനുണ്ട്. മെയിൻ ആഗ്രഹം പ്രാവനെ പറത്തലായിരുന്നു, അത് നടന്നില്ല. പിന്നെ ഷാറുഖ് ഖാൻ്റെ വീട് കണ്ടില്ല, നവി മുംബൈ കണ്ടില്ല, മാളുകൾ കണ്ടിട്ടില്ല, കുറേ മിസ്സിങ് ഉണ്ട്. ഞങ്ങൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കുക. പ്ലാറ്റ്ഫോം നമ്പർ 7. ഇവിടെ പ്ലാറ്റ്ഫോം ഇതാണ്, പക്ഷേ എവിടെയാണ് വരിക എന്താണെന്നൊന്നും. സോ അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മുടെ വണ്ടി വരാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം പണി നടക്കണ കാരണം അവിടെ കോച്ച് പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങോട്ട് പോയി നിൽക്കുക, അത്രേ നടക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഒരു തീരുമാനമാവാതിരിക്കുന്നത് കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഒരു ട്രെയിൻ ഓൾറെഡി നിർത്തിയിട്ടുണ്ടായ കാരണം കേട്ടോ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ട്രെയിൻ എത്താറായിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കോച്ച് പൊസിഷൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഏത് സൈഡിൽ കൂടെയാണ് വരിക? കമോൺ. കാരണം ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ പോലീസുകാരോട് ചോദിക്കുന്നതായിരിക്കും പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരാൾ താലിയിൽ എന്താ കഴിക്കുന്നത്? പിക്കിൾ നൈസായിരിക്കും. പിക്കിൾ എന്നല്ല തന്നെ. ഇവിടെ ഒരാൾ നോട്ടുള്ള ചപ്പാത്തി, നിങ്ങൾ താലി മീൽസ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കയറി ഷൊർണൂർ എത്തി. നെക്സ്റ്റ് നമ്മുടെ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഏകദേശം തൃശ്ശൂർ എത്തി. 1, 2, 3, 4, 5 ഇത്രയും ബാഗ്സ് ഉണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും എത്തി, തിരിച്ചെത്തി, തൃശ്ശൂരെത്തി. അങ്ങനെ ലഗേജുകൾ ഓരോന്നോരോന്നായി പോട്ടെ. പോകുമ്പോൾ അത്ര ലഗേജ് ഉണ്ടായില്ലല്ലോ ഒന്ന്. വണ്ടി പോട്ടെ. നമ്പർ 1, നമ്പർ 2 അത് ഞാൻ എടുക്കാം. ഇവളെടുത്താൽ മതി. നടക്കൂടാ? അയ്യോ കുഞ്ഞു ബാബ. ഇതാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിൻ. നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. Until next time, bye.